ഹലോ മക്കളെ, വെൽക്കം ടു 90 പ്ലസ് ഇന്ത്യസ് ഫസ്റ്റ് അനിമേറ്റഡ് ലൈവ് ട്യൂഷൻ. ഹലോ, യെസ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് ഓൾ. എങ്ങനെ ഉണ്ടായിരുന്നോ ഇതുവരെയുള്ള എക്സാമ്പിളൊക്കെ? എളുപ്പമായിരുന്നോ എല്ലാവർക്കും? എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാമിനെ പറ്റി പറയാൻ പറഞ്ഞിട്ട് ആരും ഒന്നും പറഞ്ഞില്ല, ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും വന്നില്ല. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞു പോയ എക്സാമുകളൊക്കെ? ഫിസിക്സ് എഴുതിയിട്ടില്ല, അതുകൊണ്ടിപ്പോ ഞാൻ അറിഞ്ഞില്ലാന്നു. എന്തറിഞ്ഞില്ലടാ? എന്താണ് നീ അറിയാതിരുന്നത്? ഈസി ആയിരുന്നു, പറഞ്ഞത് അറിഞ്ഞില്ലെന്നോ? ഓ അങ്ങനെ. മാത്സ് ഒഴിച്ച് ബാക്കിയല്ല എളുപ്പമായിരുന്നു, ഫിസിക്സ് എളുപ്പമായിരുന്നു ആണാ? പഠിക്കാനായി ഇപ്പടാ ഞാൻ നിന്നെ കണ്ടായിരുന്നു, ഇടയിൽ എന്തോ പറഞ്ഞതിന്റെ ഇടയിലാണ് ഞാൻ ലെഫ്റ്റ് ആയി പോയത്. ശ്രദ്ധിച്ചായിരുന്നു? അതിന്റെ അന്വേഷിച്ചായിരുന്നു, ഞാൻ ഓർക്കുന്നു. ഓക്കേടാ, നല്ല മാർക്ക്, വെരി ഗുഡ് വെരി ഗുഡ്, അടിപൊളി. ദെൻ ഇംഗ്ലീഷ്, മാത്സ്, കെമിസ്ട്രി എഴുതിയിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്നു. എഴുതിയതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഫാത്തിമയ്ക്ക്? എന്നെ കാണത്തില്ലെന്നോ? എന്താണ്, ഐശ്വര്യനെ കാണത്തില്ലെന്നോ? ഐശ്വര്യയുടെ കൗണ്ടാണ് കുറച്ച് ചേർത്ത് വായിച്ചത്. മാത്സ് ടഫ് ആയിരുന്നു, മറ്റേത് കുഴപ്പമില്ലായിരുന്നു. മാത്സ് മാത്രമാണ് ടഫ് ആയിരുന്നു. മാത്സിന് 60. മാത്സ് ടഫ് ആയിരുന്നു പറയുമ്പോൾ നിഹാല് മാത്സിന്റെ മാർക്ക് അവന് ഫുൾ ഔട്ട് ഓഫ് 60 ആണെന്ന്. ഓക്കെ, വെരി ഗുഡ്. എന്നെ കാണുന്നില്ല, എന്നെ കാണാത്തെ? ഇപ്പോഴാണ് എന്നെ കണ്ടുപിടിക്കുക? ഇത്ര നേരം എന്നെ കാണുന്നുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഞാൻ വന്നത്. ഡിവിഷൻ സ്ക്രീനോ ട്രാൻസിഷൻ ആയിരുന്നല്ലോ, പറ്റിയാവും. നീ നേരത്തെ പറയണ്ടടാ, ഞാൻ വിചാരിച്ചെന്നെ കാണുന്നുണ്ടെന്നാ. ഓക്കെ, യെസ്, ഓക്കെ. ഇപ്പോൾ കണ്ടു. എന്നെ കാണുന്നില്ലായിരുന്നു അല്ലേ? ഞാൻ വിചാരിച്ചു ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉണ്ടെന്നാണ്. എനിക്കത് അറിയാൻ പറ്റുന്നില്ല. വലിയ സ്ക്രീൻ ആണല്ലോ, ചെറിയ സ്ക്രീൻ ആയതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. എനിക്ക് സുഖം. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് വെച്ചേ. നിങ്ങളുടെ ഫസ്റ്റത്തെ ക്യൂപ്പി ഹണ്ടാണോ അത്? അല്ല, ഫസ്റ്റത്തെ ക്യൂപ്പി ഹണ്ടാണ്. ഇതുവരെ ക്യൂപ്പി ഹണ്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ക്യൂപ്പി ഹണ്ടാണെന്ന്. ബയോളജി ആയിരുന്നു, ബയോളജി അല്ല ബോട്ടണി ആയിരുന്നു. പകരം ഞാൻ കയറി വന്നിരിക്കുകയാണ്. നിങ്ങളുടെ എക്സാം ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകണം, ഡേറ്റിങ്ങനെ മാറ്റി 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 വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പൊ ക്യൂപി ഹണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു എന്താണ് ക്യൂപി ഹണ്ട് എന്നുള്ളത്. എൻ്റെ ഇപ്പോൾ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, 3 ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ 74 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, അല്ല 60 മാർക്ക് നിങ്ങൾക്ക് എഴുതിയാൽ മതി. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോ ഈ 74 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. 74 മാർക്ക് നിങ്ങൾ എഴുതണം. ഞാൻ 74 മാർക്ക് അല്ലെങ്കിൽ കൂടുതൽ ഇട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ 80 മാർക്കിന് 85 മാർക്കിന് ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ അതേപോലെ എന്തെങ്കിലും 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, 3 എണ്ണം. നിങ്ങൾക്ക് 1.5 മണിക്കൂർ സമയമുണ്ട്. എനിക്ക് 1.5 മണിക്കൂർ സമയമുണ്ട്. 9 മണി വരെ ക്ലാസ് ഉള്ളൂ. നമുക്ക് ഫിസിക്സിന് 2 ക്ലാസ് കിട്ടുന്നതുകൊണ്ട് തന്നെ 1.5 മണിക്കൂർ മതി ഞാൻ പറഞ്ഞതാണ്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നു അല്ലെ? ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് പേപ്പറും പാനും എടുക്കുക. ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും കാണിച്ചു. ഇപ്പോൾ 1 വേർഡ് ഒരു 10 എണ്ണം ഞാൻ കാണിച്ചു തരും. ആ 1 വേർഡ്സിന്റെ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ ഇപ്പൊ തന്നെ അറ്റൻഡ് ചെയ്യുന്നു. 10 ക്വസ്റ്റ്യൻ അപ്പൊ തന്നെ ഞാൻ ആൻസർ കാണിച്ചു തരുന്നു. ശരിയാണെന്ന് അപ്പൊ തന്നെ ചെക്ക് ചെയ്യുന്നു. അപ്പൊ തന്നെ നമ്മൾ സെക്കൻഡ് മാർക്കിന് 2 മാർക്കിന്റെ ക്വസ്റ്റിലോട്ട് പോകുന്നു, പിന്നെ 3 മാർക്കിന്റെ ക്വസ്റ്റിലോട്ട് പോകുന്നു, 4 മാർക്കിന്റെ പോകുന്നു, 5 മാർക്കിന്റെ പോകുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് ക്യൂപ്പി ഹണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരെണ്ണല്ല, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ സെർച്ച് ചെയ്ത് അതിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റ് അടിച്ച് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്ത് എന്റേതായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഒന്നറിഞ്ഞൂടാ, സിമ്പിൾ അല്ലേ? 9 ദിവസം കൂടെയുള്ള എക്സാമിന് പഠിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ദിവസമില്ലേ അല്ലെ? ഇതുവരെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. യെസ്, എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് വെക്കുക. ജിഷ്ണ, സാനിയ, ഹാദിയ, സിനാൻ, തോമസ്, സെറ, എൻസന, മറിയം, സെൽവകുമാർ, ആദ്യ, എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് വെക്കുക. നിങ്ങളടുത്ത് ഇതാണ് ഞാൻ ആദ്യമേ പറയാറ്, അവസാന നിമിഷത്തേക്ക് നിങ്ങൾ ഇങ്ങനെ പഠിക്കാൻ മാറ്റി വെച്ചിട്ട് എന്തിട്ട് കിട്ടാനാ? ഒന്നും കിട്ടില്ല, അങ്ങനെ ഒന്നും കിട്ടില്ല.
അതാണ് പ്രശ്നം. 8 കിട്ടാൻ പോകുന്നത്. ഹാൾ ടിക്കറ്റ് കിട്ടിയുള്ളൂ. ഹാൾ ടിക്കറ്റ് കിട്ടിയില്ല, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അതൊന്നൊരു റീസൺ അല്ല കേട്ടോ. ഹോസ്പിറ്റലൈസ്ഡ് എന്ന് പറയുന്നത് റീസണേ അല്ല. കാരണം എത്ര നാള് നമ്മുടെ ഹൈലൈറ്റ് നമ്മൾ കണ്ടായിരുന്നു അല്ലെ. ഹൈലൈറ്റിൽ നമ്മൾ ഒറ്റ ക്ലാസ് കൊണ്ട് 2 മണിക്കൂറിന്റെ ക്ലാസ് കൊണ്ട് എല്ലാ ടോപ്പിക്കുകളും പറഞ്ഞു പോയായിരുന്നു. 2 മണിക്കൂറിൽ പഠിക്കാവുന്ന ടോപ്പിക്സ് നമുക്കുള്ളൂ. എല്ലാ ടോപ്പിക്സിന്റെ ഒരു ഉള്ളടക്കം അവിടെ നിന്ന് നമുക്ക് കിട്ടി. അതിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. എക്സ്ട്രാ വേറെ ഒന്നും പഠിക്കാനില്ല. അത് പഠിക്കാൻ നിങ്ങൾക്ക് കുറെ സമയമൊന്നും വേണ്ട. തുനിഞ്ഞു കെട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴേ പഠിച്ചു തീർന്നു. അത്രേ ഉള്ളൂ. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ ഫിസിക്സ് എളുപ്പമാണോ? അത് എന്തുകൊണ്ടാ? +1 ഫിസിക്സ് ബുദ്ധിമുട്ടായതുകൊണ്ടല്ലേ 10ാം ക്ലാസ്സിലെ ഫിസിക്സ് നിങ്ങൾക്ക് എളുപ്പമായത് അല്ലെ? 10ാം ക്ലാസ്സിലായിരുന്നപ്പോ നിങ്ങളുടെ അടുത്ത് ഞാൻ ഈ ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞാനെ? എന്റെ അയ്യോ ഫിസിക്സ് കൊടുക്കുന്ന പാടെന്ന് പറഞ്ഞാനെ. സ്വാഭാവികമായിട്ടും 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ 9ാം ക്ലാസ്സിലെ ഫിസിക്സ് എളുപ്പമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും 9ലെ ഫിസിക്സ് എളുപ്പമായിരുന്നു, പക്ഷെ 10ലെ ബുദ്ധിമുട്ടാണ്. +1 ചോദിക്കുമ്പോൾ എന്താ? ഇനിയിപ്പോ +2 കിടക്കുമ്പോൾ നിങ്ങൾ പറയും +1 എളുപ്പമായിരുന്നു, +2 മാത്രമാണ് എന്താ പറയാ ബുദ്ധിമുട്ടുള്ളൂ എന്ന് പറയും. സ്വാഭാവികം. എന്നാ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നല്ല ഫിസിക്സ്. ഈ +1ലും +2ലും പഠിക്കുന്ന ഒന്നുമല്ല ഫിസിക്സ്. ഇവിടെ പഠിക്കുന്ന മാത്സ് ഒന്നുമല്ല, കെമിസ്ട്രി ഒന്നുമല്ല. ഇതിന്റെയൊക്കെ വലിയ വലിയ തലങ്ങളുണ്ട്. നിങ്ങൾ തുടർന്ന് പഠിക്കുമ്പോ വലിയ വലിയ തലങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ കമ്പയർ ചെയ്തൊക്കെ ഇത് വെറും ബേസിക്സ് മാത്രമാണ്. ഇത് പഠിക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ട് പറയുന്നുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവാം? ഇത് ശരിയാവില്ല. ഓഫ്കോഴ്സ് ശരിയാവില്ല. 9 ടഫായിരുന്നു. 9 എന്ത് എളുപ്പമായിരുന്നു നിങ്ങൾക്ക്? 9 ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് മാറി വന്നപ്പോ കുറച്ചും കൂടി ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അല്ലാതെ 9ാം ക്ലാസ് എളുപ്പമായിരുന്നു. 9ാം ക്ലാസ് വളരെ ഈസിയാണ്. 9ാം ക്ലാസ് ടോപ്പിക് ഒന്നും ടഫല്ല. ക്വസ്റ്റ്യൻസ് ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മാറി വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫായിട്ട് ചോദിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിട്ട് ചോദിച്ചാൽ നിങ്ങളിങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് പഠിപ്പിച്ച് നിങ്ങൾ സ്പൂണിൽ ഇങ്ങനെ കൊണ്ടുവരാതെ കഴിക്കില്ലാന്നായി. പട്ടിണി എടുത്ത് ചത്താലും കുഴപ്പമില്ലെന്നായി. തന്നെയാണ് പ്രശ്നം. എപ്പോഴും എല്ലാവരും ഇങ്ങനെ വായിലേക്ക് വയറ് തരണമെന്നില്ല. ഇപ്പോ +1 +2 ഒക്കെ നിങ്ങൾക്ക് എന്തുണ്ട്? നിങ്ങൾക്ക് ട്യൂഷന് പോരാ, നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാം അല്ലെ. നിങ്ങൾ കോളേജിലോട്ട് കിടക്കുമ്പോൾ ഒരു ടീച്ചർമാരും നിങ്ങൾ മക്കൾ പഠിച്ചു ഈ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഉത്തരം പറയോ? ഒരാളും പിന്നാലെ വന്ന് പഠിപ്പിക്കില്ല. അവര് ടോപ്പ് ക്ലാസ്സിൽ വരുന്നു, ടോപ്പിക് എടുക്കുന്നു. നിങ്ങൾക്ക് പഠിക്കണോ? നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് ജോലി വേണോ? നിങ്ങൾക്ക് ജോലി വാങ്ങാം. അത്രേ ഉള്ളൂ. വേറെ ഒരു കമ്മിറ്റ്മെന്റ്സും ഇല്ല. സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ഫീസ്, ഒരു സെമ്മിന്റെ ഫീസ് അടക്കേണ്ടവർ നിങ്ങൾ എക്സാം എഴുതിക്കില്ല. സ്കൂളിൽ നിന്ന് ഏത് കോളേജിൽ പോയാലും ഒരു സെമ്മിന്റെ ഫീസ് അടക്കേണ്ട നിങ്ങൾ അവർ എക്സാം എഴുതിക്കില്ല. ഹാളിൽ കയറ്റിയില്ല. കരഞ്ഞ് കാല് പിടിച്ച പോലും ആ ഹാളിൽ കയറ്റില്ല. അതിന് പരിസരത്തോട് കടത്തില്ല. അവർക്ക് ആകെ ആ ഒരു കമ്മിറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. കുട്ടികൾ പഠിക്കണോ പഠിക്കണ്ടെന്നൊന്നും അവർ ചിന്തിക്കാൻ പോണില്ല. നിങ്ങൾ തന്നെ സ്വയം പഠിക്കണം. നിങ്ങൾക്ക് ഒരാളും മരുന്ന് തരാൻ പോണില്ല. നിങ്ങളത് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യണം. എനിക്ക് ഇങ്ങോട്ട് കിട്ടിയ എന്റെ ഉമ്മർത്ത് വന്നാൽ മാത്രം അത് എടുത്ത് കഴിക്കുള്ളൂ എന്നുള്ള ആ ഒരു സ്കീം അത് ആ ഒരു കംഫോർട്ട് സോണിൽ നിന്ന് മാറണം. ഒരു തവളയുടെ കഥ പറയും. കംഫോർട്ട് സോൺ വിട്ട് മാറാനുള്ള ഒരു കഥ. അതായത് ഒരു ചൂടുവെള്ളത്തിൽ, നല്ല ചൂടുള്ള പാത്രത്തിൽ ഒരു തവളയെ നമ്മൾ പിടിച്ചിടാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ തവള എന്ത് ചെയ്യും? ചൂടാണെന്ന് പറഞ്ഞ് ചാടിപ്പോവും. അതിന് തവളക്ക് പൊള്ളുമ്പോൾ ആ തവള ചാടിപ്പോവും. പക്ഷെ ഈ തവളേനെ ഒരു തണുത്ത വെള്ളത്തിൽ, നല്ല കംഫോർട്ട് ആയിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ കൊണ്ടിടാണ്. തവള വെള്ളത്തിൽ ഇങ്ങനെ സ്വാഭാവികമായിട്ട് നീന്തി കളിക്കും. നമ്മൾ പയ്യെ തീ കൊടുക്കും, കൂട്ടി കൊടുക്കും. തവള ആ തീ കൂടുന്നതിനനുസരിച്ച് അതിന്റെ ബോഡി ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് ആ കംഫോർട്ട് സോണിൽ അങ്ങനെ തന്നെ കിടക്കും. ആ പുറത്ത് ചാടുന്ന മടിക്ക് അവിടെ തന്നെ കിടക്കും. അവസാനം തീ നല്ല വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഈ തവളക്ക് പുറത്ത് ചാടാനുള്ള എനർജി ഉണ്ടാവില്ല. അത് അവിടെ കിടന്ന് ചത്തുപോകും. അതാണ് ഈ കംഫോർട്ട് സോൺ വിട്ട് പുറത്ത് വരാതിരിക്കുന്നവർക്ക് വരുന്ന പ്രശ്നം. അത് വിട്ട് നമ്മൾ പുറത്ത് ചാടണം. നമ്മുടെ കംഫോർട്ട് സോൺ വിട്ട് നമ്മൾ പുറത്ത് ചാടിയാൽ മാത്രമാണ് നമുക്ക് എന്ത് പറ്റുള്ളൂ? നല്ല മാർക്കിലോട്ട് എത്താൻ പറ്റുള്ളൂ, നല്ലൊരു വിജയത്തിലോട്ട് എത്താൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ പരിശ്രമിക്കണം. വേറെ ഒരാളും ആരും കാല് പിടിച്ച് വരാൻ പോകണ്ട. ഇനി ഇതുവരെ ചെറിയ ക്ലാസ്സുകളൊക്കെ ടീച്ചേഴ്സ് വരും സപ്പോർട്ട് ചെയ്യാൻ. തുടർന്ന് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇപ്പൊ കിട്ടുന്ന ഈ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് വേറെ സ്ഥലത്തും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങള് പഠിക്കുക. ഇനിയും സമയം 9 ദിവസമില്ലേ? 9 ദിവസം കൊണ്ട് പഠിച്ച് നേടാവുന്നതേ ഉള്ളൂ. ഏത് കാര്യമായാലും ഇമ്പ്രൂവ്മെന്റിലോട്ട് എത്തിക്കാതിരിക്കുക. മാക്സിമം ഇപ്പൊ തന്നെ മാക്സിമം നല്ല സ്കോർ വാങ്ങിയിട്ട് ഇമ്പ്രൂവ്മെന്റ് ചെയ്തേണ്ട സിറ്റുവേഷൻ വരുത്തരുത്. ഓക്കെ, സെറ്റ്. അപ്പൊ നമുക്ക് ബുക്കും പേപ്പറൊക്കെ എടുത്ത് സെറ്റ് ആണല്ലോ.
ഒരാൾ എഴുതാതിരിക്കരുത്. ഞാൻ ഇതേപോലെ 10ാം ക്ലാസ്സിൽ ഇത്രയധികം പറഞ്ഞിട്ട് പോലും എഴുതാതിരുന്ന കുട്ടികൾ ഞാനിങ്ങനെ വലിച്ചിങ്ങനെ കീറി. അവരെന്റെ അത്ര ദേഷ്യപ്പെട്ട മുഖം അവർ ഇന്നവരെ കണ്ടിട്ടില്ല. നിങ്ങൾ ആ ദേഷ്യപ്പെട്ട മുഖം എന്നെ കൊണ്ട് ഇടിപ്പിക്കരുത്. ഞാൻ ഓൾറെഡി അന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് നല്ലോണം കേട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ഒരാൾ പോലും എഴുതാതിരിക്കരുത്. ഓക്കെ, ചോദ്യം ഒന്നും എഴുതണ്ട, ഉത്തരം മാത്രം എഴുതിയാൽ മതി. ചോദ്യം വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോ, കുഴപ്പമില്ല. ഉത്തരം മാത്രം എഴുതിയാൽ മതി. ഓക്കെ, സെറ്റ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ്. ആൻസർ എനി 5 എന്നൊക്കെ പറയും, പക്ഷെ നിങ്ങൾ 10 എഴുതണം. ആ, തുടങ്ങിക്കോളൂ, സ്റ്റാർട്ട് ചെയ്തോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 8 ഓരോ ഉത്തരങ്ങളും എഴുതി തുടങ്ങിക്കോളൂ. ക്വസ്റ്റ്യൻ പേപ്പറാണ്, എക്സാക്ട് ക്വസ്റ്റ്യൻ പേപ്പറാണ്. എഴുതി തുടങ്ങിക്കോളൂ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? The speedometer of a car shows 70 km/h. This represents average velocity, instantaneous velocity, average speed. 10ാം ക്ലാസ് പിള്ളേര് പേടിച്ചു വന്നു, വിറക്കായിരുന്നു. കണ്ടിട്ടാണ് എന്റെ ദേഷ്യപ്പെടുന്ന നോക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ ചിരിച്ച് സംസാരിക്കുന്നതൊക്കെ അവരോട് ഇതേപോലെ തന്നെ ചിരിച്ച് സംസാരിച്ച് അവരാ കംഫോർട്ട് സോണിൽ ഇരുന്ന് പെട്ടെന്ന് തന്നെ അങ്ങനെ കണ്ടപ്പെട്ടില്ല. എനിക്ക് ഞാൻ ആദ്യമായിട്ട് അത്ഭുതം തോന്നി. എനിക്ക് അവര് ഒരാള് പോലും മുഖത്തോട് നോക്കണം. എന്നിട്ട് അവര് പറയാ കമന്റ് ചെയ്തേക്ക, സാർ 8:25 8:46 ചിരിച്ചു എന്ന്. എനിക്ക് അത് കണ്ടപ്പോ ചിരി വന്നു. 8:25 8:46 മാത്രം സാർ ഇന്നത്തെ ക്ലാസ്സിൽ ചിരിച്ചിട്ട് കൊടുന്നു. കറക്റ്റ് ടൈം വരെ അവര് പറഞ്ഞു, അതുവരെ ചിരിച്ചില്ല. അത് കണ്ടപ്പോ എനിക്ക് ചിരി വന്നു. ഞാൻ പൊട്ടി തിരിച്ചു അത് കേട്ടോ. ഓക്കെ, എഴുതാം. എന്താണ്? The speedometer of a car shows 70 km/h. This represents average velocity, instantaneous speed, average speed, instantaneous velocity. Okay, then choose the correct alternative. The value of acceleration due to gravity g will be maximum at also equator. നമുക്കറിയാം എന്താണെന്നുള്ളത്. Then the change of solid state to vapor state without passing through the liquid state is called dash. 3 അറിയാം, എഴുതിക്കോ. 3 എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. 3 എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അറ്റൻഡ് ചെയ്ത് പഠിക്കാം. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ പേര് നഷ്ടപ്പെട്ടു പോകും. യെസ്, എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ലൈഡ് മാറ്റി തരാം. എഴുതി കഴിഞ്ഞവർക്ക് ആൻസേഴ്സ് കമന്റ് ചെയ്യാം. കറണ്ട് ഇല്ല, കമന്റ് ചെയ്താൽ മതി. ഇവിടെയും കറണ്ട് ഇല്ല, കമന്റ് ചെയ്തോ. റോട്രിക്സേ, എന്താണത്? കറണ്ട് ഇല്ലാത്തപ്പോ ഒരു റീസൺ ആണോ? അല്ല അല്ലേ? ഞാനിതേപോലൊക്കെ തന്നെയായിരുന്നു എന്റെ 10ാം ക്ലാസ്സിൽ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പറഞ്ഞ വാശി ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും നല്ല മാർക്ക് വാങ്ങണമെന്നുള്ള വാശി. മാത്തമാറ്റിക്സിലായിരുന്നു ഏറ്റവും കുറവ് മാർക്ക്. അങ്ങനെ എങ്ങനെ പോയാലും നല്ല മാർക്ക് വാങ്ങുന്നുള്ള വാശി ഉള്ളത് കൊണ്ട് തന്നെ 3-4 ബുക്ക് വാങ്ങിയിട്ടുണ്ട്. ഗണിത ഗുരു, എന്തോ ലേബർ ഇന്ത്യ, എക്സാം പോയിന്റ്, ദെൻ വേറെ ഏതോ ഒരു ബുക്കും കൂടെ. ഈ 4 ബുക്കിലെ കണക്കുകളും കംപ്ലീറ്റ്ലി ഞാൻ ചെയ്ത് തീർക്കുന്ന വാശി എനിക്കുണ്ടായി. എന്നും രാത്രി വരുന്നത് മാത്സ് ചെയ്യാൻ വേണ്ടി മാത്രം. ക്ലാസ് കഴിഞ്ഞ് വരുന്നു, മാത്സ് ചെയ്യുന്നു. രാവിലെ നേരത്തെ ഇരിക്കുന്നു, മാത്സ് ചെയ്യുന്നു. അതിനിടയ്ക്ക് കറണ്ട് പോയിക്കോട്ടെ, എമർജൻസി ഓണാക്കും. എമർജൻസിയിൽ ചാർജ് കഴിഞ്ഞോട്ടെ വിളക്ക് എത്തിക്കും. കറണ്ട് പോകുന്ന ഒരു റീസൺ അല്ല. ഓക്കെ, യെസ്, എഴുതി കഴിഞ്ഞു. എല്ലാവരും എഴുതി കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എഴുതുക. ഓക്കെ, എന്താണ്? The average kinetic energy of a molecule of a gas is directly proportional to the dash. Then surface tension is numerically equal to surface energy, potential energy, kinetic energy, thermal energy. അറിയാവുന്നത് എഴുതാം. ഓക്കെ, ഒരാളും എഴുതാതിരിക്കരുത്. ഞാനിവിടെ ആരെങ്കിലും എഴുതാതിരിക്കുന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം ഞാൻ 10 എഴുതി പഠിക്കാൻ പറയാം. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ പ്രശ്നമാക്കും, ഉറപ്പാണ് കേട്ടോ. നിതാല, നീ എഴുതുന്നുണ്ടോ? എവിടെ എഴുതി കഴിഞ്ഞു? ഈ 5 ദെൻ കിലോവാട്ട് അവർ ഇസ് ദ യൂണിറ്റ് ഓഫ്, നമുക്കറിയാം, നമ്മൾ ഏറെക്കുറെ പറഞ്ഞിട്ടുള്ള ചോദ്യമാണ്. ദെൻ ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് എന്താണെന്ന് നമുക്കറിയാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ മെൽറ്റിംഗ് പോയിന്റ് ഡാഷ്, മെൽറ്റിംഗ് പോയിന്റ് എന്ത് ചെയ്യും വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. Then in the case of stationary waves, the displacement of particle at position of node is. ചോദ്യം കാണുന്നില്ലല്ലോ, കാണുന്നുണ്ടല്ലോ.
ആൻസർ മാത്രം എഴുതിയാൽ മതി. ചോദ്യം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരും ഇത്രയും ചോദ്യങ്ങളൊക്കെ. ആൻസർ മൊത്തം പിന്നെ ആൻസർ മൊത്തം ഏതാണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാറ്? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, ഇനി പകുതി 5 എണ്ണം എഴുതിയാൽ മതി, 5 എണ്ണം ബാക്കിയുള്ളതൊക്കെ വിട്ടളയാന്ന് പറയാണോ ചെയ്യാറ്? എല്ലാ ആൻസർ എഴുതാറില്ലേ? ആൻസർ എനി 5 എന്ന് കണ്ടോട്ടെ, വിഷയമല്ല. എനി 5 അല്ല, എനി 5 അല്ല, എല്ലാം എഴുതണം. എല്ലാ ക്വസ്റ്റിന്റെ ആൻസർ എഴുതണം. താഴത്തെ ലോഗോ മാറ്റും. ലോഗോ ഇങ്ങനെ മാറി മാറിയല്ലോ ഇരിക്കുന്ന, ഇടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അത് മാറ്റാനായിട്ട് എനിക്ക് മാറ്റാൻ പറ്റും, മാറ്റാകുന്നില്ല. ഓക്കെ, യെസ്. എല്ലാവരും എഴുതി കഴിഞ്ഞാൽ പറയാട്ടോ. എല്ലാവരും എഴുതി കഴിഞ്ഞാൽ പറയാ. 1 വേർഡ്സ് അല്ലേ, ഇതിനധികം സമയമൊന്നും വേണ്ടല്ലോ അല്ലേ? ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളതാ. എ ലൈറ്റ് ബോഡി ആൻഡ് എ ഹെവി ബോഡി ഹാവ് ഈക്വൽ മൊമെന്റം, വിച്ച് വൺ ഹാസ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി? 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കിന്റെ ചോദ്യമാണ്. 1 മാർക്കിന് അനുസരിച്ച് ഉത്തരം എഴുതിയാൽ മതി. നീട്ടി വലിച്ച പാരഗ്രാഫ് ഒന്നും എഴുതണ്ടെന്ന് ഉദ്ദേശിച്ചു. ഓക്കെ, എഴുതി കഴിഞ്ഞു. എല്ലാവരും എഴുതി കഴിഞ്ഞില്ലേ? 10 ക്വസ്റ്റിന്റെ ആൻസർ എല്ലാവരുടെ കയ്യിലില്ലേ? ഇല്ലേ? അഭിനയ ഇല്ലേ? സംഗീത എഴുതി കഴിഞ്ഞു? യെസ്. അപ്പൊ നമുക്ക് ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ആണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റിന്റെ ആൻസർ ഫോൾസ് ആണ്. തേർഡ് വൺ സബ്ലിമേഷൻ ആണ്. ദെൻ ഫോർത്ത് വൺ ടെമ്പറേച്ചർ ആണ്. ദെൻ ഫിഫ്ത് വൺ നിങ്ങൾ ആൻസേഴ്സ് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക് തരേണ്ടി വരും. കറണ്ട് അടിച്ചു പോയി, ക്ലാസ് തുടങ്ങുമ്പോൾ ബ്രേക്ക് തരേണ്ടി വരുന്നല്ലേ. ദെൻ എനർജി, ടോർക്ക്, പിന്നെ 8th വൺ 8% ഡിക്രീസ് ആണ്. 9th വൺ 0 ഓർ മിനിമം. ദെൻ 10th വൺ ലൈറ്റ് ബോഡി. ഓക്കെ, 10 ക്വസ്റ്റ്യനിൽ എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. 10 മാർക്കാണോ, കുറഞ്ഞോ എന്നുള്ളതൊക്കെ. ഓക്കെ, ദെൻ ഞാൻ പെട്ടെന്ന് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. ഇലക്ട്രിക്കൽ എനർജി പറ്റുമോ? എന്ത് പറ്റുമോ? കിലോ വാട്ട് അവർ. അതെ, ഇലക്ട്രിക്കൽ എനർജി യൂണിറ്റ് അല്ലേ കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്, കമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വയ്ക്കുക. 2 മാർക്കിന്റെ സെഷൻ ആണ്. ചിലപ്പോൾ ഒന്ന് ക്ലാസ് ഓഫ് ആവേണ്ടി വരും. ജസ്റ്റ് ഒന്ന് ചെയ്ത് വയ്ക്കുക. കൊടുക്കുക, ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്ത് വയ്ക്കുക. ഞാൻ വരുമ്പോഴേക്കും നിങ്ങളൊന്ന് എന്ത് ചെയ്യാം, ആൻസേഴ്സ് ചെയ്ത് വയ്ക്കുക കേട്ടോ. CPU-ന്റെ ഇതെല്ലാം ഇപ്പൊ കഴിയും. സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ അല്ലേ? നിങ്ങൾ ആൻസർ ചെയ്യാം. ഞാൻ ഇതിപ്പോ വരാം. എല്ലാവരും സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചല്ലോ അല്ലേ? ഓക്കെ, സെറ്റ്.
യെസ്, പോയോ എല്ലാവരും ഇവിടല്ലേ? 15th and 16th 17th 3 ക്വസ്റ്റ്യൻ എഴുതായിരുന്നോ? നല്ല ക്വസ്റ്റ്യൻസ് എഴുതായിരുന്നോ ഗ്യാപ്പില്? എഴുതിയായിരുന്നു നിങ്ങള്? ഇല്ല, എഴുതിയില്ല. ന്യൂനത്തെ ക്വസ്റ്റ്യൻസ് എഴുതിയില്ല. ഇവിടെ 11th 12th 13th 14th ക്വസ്റ്റ്യൻസ് ഒന്നും എഴുതിയില്ല. എല്ലാവരും എഴുതണം കേട്ടോ. എഴുതാതിരുന്നെങ്കിൽ ഇത് എഴുതി. ദെൻ ബാക്കിയുള്ള 3 ക്വസ്റ്റ്യൻ എന്താണ്? A javelin is projected at an angle of 30 degrees with an initial velocity of 5 meters per second from the ground. Then, what are its velocity and acceleration at highest point? Then, എന്താണ് ആ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായല്ലോ ഫാത്തിമ, വിളിച്ചറിഞ്ഞില്ലേ? Then, 16th ക്വസ്റ്റ്യൻ എന്താ? A person firing a bullet from a gun experiences a backward jump. Write the principle behind this. ആൻസർ ഞാൻ കാണിച്ചിട്ടില്ല. Then എന്താണ് ബി ക്വസ്റ്റ്യൻ? എ ബുള്ളറ്റ് ഓഫ് മാസ് 15 gram fired with a velocity of 100 meters per second then from a gun of mass 2 kg. Find the recoil speed of the gun. Recoil speed കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ല? ഇക്വേഷൻ നമ്മൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. Then 17th ക്വസ്റ്റ്യൻ എന്താ? Draw the variation of kinetic energy and potential energy of free falling body with height. ഫ്രീ ഫാളിംഗ് ബോഡിയുടെ നമ്മൾ 5th ചാപ്റ്ററിൽ അതിന്റെ ഡെറിവേഷൻ പഠിക്കുന്നുണ്ടല്ലേ? അതിന്റെ എന്ത് പഠിച്ചാൽ മതി? എന്ത് വരച്ചാൽ മതി? ഒരു ഗ്രാഫ് വരച്ചാൽ മതി. ഈസിയാണ്, സിമ്പിൾ ആയിട്ടുള്ള ഗ്രാഫാ. 2 മാർക്കിന്റെ ഗ്രാഫ്. ഏത് കഴിയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയാം കേട്ടോ. എല്ലാവരും ഗ്രീൻ സിഗ്നൽ തന്നാൽ മതി, പച്ച കത്തിച്ചാൽ മതി. ഓക്കെ, ആൻസർ അല്ലേ? കാണിച്ചു തരാം ഫാത്തിമ. യെസ്, എല്ലാവരും ഇത് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. കുറെ സമയം കിട്ടിയില്ല എഴുതാൻ. ഓക്കെ, ദെൻ 2 ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുണ്ട്. ഫസ്റ്റ് സ്ലൈഡ് ആരാ ചോദിച്ചത്? ഫാത്തിമ സാർ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോ, എന്നിട്ട് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, then 18th question. Stress strain curve of steel wire is shown below. Then from the plot identify the following. എന്താണ്? എ എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ബി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ഇ എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ഒ മുതൽ ഒ ഡാഷ് വരെ എന്താണ്? സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണത്. എ എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ബി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ഇ എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ഒ മുതൽ ഒ ഡാഷ് വരെ എന്താണ്? എല്ലാവരും ആൻസർ ചെയ്യാട്ടോ. ചന്ദ്രൻ നല്ല തിരക്ക് പിടിച്ച പണിയാണല്ലോ. ആരാ, അമ്മയാണോ ചോറ് വാരി തരുന്നേ? ഇത്ര സ്നേഹമുള്ള അമ്മമാരൊക്കെ ഉണ്ടായിട്ടാണ്. ലിമിറ്റ് ഓഫ് എന്താ? ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. എ എന്ന് പറയുന്ന പോയിന്റിന്റെ പേര് പറയില്ലേ? ആ, ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. യെസ്, കഴിഞ്ഞു അല്ലെ? നമുക്ക് ആൻസേഴ്സ് നോക്കാം.
ഓക്കെ, നമുക്ക് ആൻസേഴ്സ് നോക്കാം. 11th ക്വസ്റ്റിന്റെ ആൻസർ. ഓക്കെ, 11th ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? F1 എന്ന് പറയുന്നത് 10 ആണ്, F2 എന്ന് പറയുന്നത് 8 ആണ്. അത് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്കറിയാം F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ പ്ലസ് 2F1 F2 cos theta. ഓക്കെ, ദെൻ കണ്ടുപിടിച്ചു. റൂട്ട് ഇവിടെ കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ. യെസ്, എത്ര കിട്ടും? ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 15.62 ന്യൂട്ടൺ വരും. റേഞ്ച് വരും. കാൽക്കുലേറ്റർ ഒക്കെ എടുത്തിട്ടുണ്ടാവണം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ല, 12th ക്വസ്റ്റ്യൻ. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻടു കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ക്ലാസിഫിക്കേഷൻ ആയിരുന്നു അല്ലെ? ഓക്കെ, ദെൻ പവറിനെ ഫോഴ്സിന്റെ ടൈമിൽ എഴുതാനായിട്ട്. കൺസർവേറ്റീവ് ഫോഴ്സസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സും വിസ്കസ് ഫോഴ്സും ഒക്കെ. റെസിസ്റ്റീവ് ഫോഴ്സുകളൊക്കെ നോൺ കൺസർവേഡ് ആയിരിക്കും. ഓക്കെ, അത് പഠിച്ചു വയ്ക്കാം. ദെൻ പവറിനെ ഫോഴ്സിന്റെ ടൈമിൽ എഴുതാൻ പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, നമുക്ക് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, സെറ്റ്. ദെൻ നെക്സ്റ്റ് വൺ എന്താ? 13th ക്വസ്റ്റ്യൻ. ഓക്കെ, 13th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിക്കേ, ഏതായിരുന്നു 13th ക്വസ്റ്റ്യൻ വരുന്നത്? State whether the velocity of escape for two bodies of masses 2 kg and 200 kg are same or different. Give reason. എസ്കേപ്പ് വെലോസിറ്റിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? സെയിം ആയിരിക്കും. കാരണം എന്താ? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് മാസിനെ ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, അല്ല എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ അവിടെ സ്മോൾ ലെറ്റർ എം ഒന്നും വരുന്നില്ല, എങ്കിൽ അത് ബോഡിയുടെ മാസിനെ ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദെൻ അടുത്തെന്താ? അടുത്ത എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്റ്റേറ്റ് കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ ആണ്. Okay, orbit of planet is an ellipse with sun at one end of the foci. Okay, ഒരെണ്ണം സെറ്റ് പ്ലാനറ്ററി മോഷന്റെ ലോ ആണ്. ദെൻ എന്താണ് 14th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? വാട്ട് ഹാപ്പൻസ് ടു ദ ഇന്റേണൽ എനർജി ഓഫ് ഗ്യാസ് ഡ്യൂറിംഗ് ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയബാറ്റിക് എക്സ്പാൻഷൻ. അഡയബാറ്റിക് എക്സ്പാൻഷനിലും ഐസോതെർമിക് എക്സ്പാൻഷനിലും ഗ്യാസിന്റെ ഇന്റേണൽ എനർജിക്ക് എന്ത് മാറ്റം വരും? ഓക്കെ, ഐസോതെർമൽ ആണെന്നുണ്ടെങ്കിൽ എന്തൊരു ഇന്റേണൽ എനർജിക്ക് നോ ചേഞ്ച് ആണ്. ഓക്കെ, നോ ചേഞ്ച് ആണ്. ദെൻ എന്താണ്? അഡയബാറ്റിക് എക്സ്പാൻഷനിൽ ഇന്റേണൽ എനർജി ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇന്റേണൽ എനർജി ഡിക്രീസ് ചെയ്യുന്നു. ദെൻ 15th ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ പ്രോബ്ലം ആയിരുന്നു അല്ലെ? ഒരു ജാവലിൻ 30 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ എത്ര സ്പീഡിലാണ്? 5 മീറ്റർ പെർ സെക്കൻഡില്. ഓക്കെ, അവിടെ ആകെ ഉള്ളത് എന്താണ്? നമ്മുടെ ഹോറിസോണ്ടൽ കമ്പോണന്റ് മാത്രമാണ്. ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? കിട്ടണം. വെലോസിറ്റി എന്ന് പറയുന്നത് 4.33 മീറ്റർ പെർ സെക്കൻഡ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ്, മുകളിലോട്ടാണല്ലോ പോകുന്നത്. പ്രൊജക്ട് ചെയ്തോടാണല്ലോ. ദെൻ 16th ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 16th ക്വസ്റ്റ്യൻ എവിടെ? A person of firing bullet from a gun experience a backward jerk. Write the principle behind it. എന്താണ് പ്രിൻസിപ്പിൾ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. അല്ലാതെ ലോ ഓഫ് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം എന്തായിരുന്നു? എ ബുള്ളറ്റ് ഓഫ് മാസ് 15, അതായത് അതിന്റെ റീകോയിൽ സ്പീഡ് കണ്ടുപിടിക്കാനാണ്. ഗണ്ണിന്റെ റീകോയിൽ സ്പീഡ്, ബാക്കിലോട്ട് പോകുന്ന സ്പീഡ് കണ്ടുപിടിക്കാനാണ് ചോദ്യമായിരുന്നത്. എത്ര കിട്ടും? റീകോയിൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയുന്നത് v = നെഗറ്റീവ് mv ഡിവൈഡ് ബൈ m. ചെയ്തു വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0 അല്ല വരാം. കിട്ടിയിട്ടുണ്ടോ? നോക്കിക്കേ, കിട്ടിയിട്ടുണ്ടോ? ഉത്തരം കറക്റ്റ് ആണെന്ന് നോക്കാം. നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം നിങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു വയ്ക്കാം? സ്ക്രീൻഷോട്ട് ചെയ്ത് വയ്ക്കാം. ആൻസേഴ്സ് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വയ്ക്കാം. വേറെ എവിടെയും കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾ സ്ക്രീൻഷോട്ട് തന്നെ ചെയ്ത് വെക്കേണ്ടി വരും. ദെൻ ഗ്രാഫ്. ഓക്കെ, ഗ്രാഫ് വരയ്ക്കുന്നത് പോലെ വരയ്ക്കുക. ദെൻ 18th ക്വസ്റ്റ്യൻ സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ ആയിരുന്നു. എ എന്ന് പറയുന്ന പോയിന്റ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് ആണ്. ദെൻ
ബി എന്ന് പറയുന്ന പോയിന്റ് yield പോയിന്റ് ആണ്. സി എന്ന് പറയുന്ന പോയിന്റ് സി അല്ലല്ലോ, ഇ എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇ എന്ന് പറയുന്ന പോയിന്റ് ഫ്രാക്ചർ പോയിന്റ് ആയിരുന്നു. ദെൻ ഓ മുതൽ ഓ ഡാഷ് വരെ എന്താണ് പെർമനന്റ് സെറ്റാ, പെർമനന്റ് സെറ്റാ. ഓക്കെ, യെസ്. എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 മാർക്ക് വീതം വെച്ച് 2 മാർക്ക് വെച്ച് കൂട്ടിക്കോ. കൂട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇത് മാത്രം ചെക്ക് ചെയ്യലാണ്. ഇത്ര നാളെയല്ല, ഒരു കൊല്ലം കഴിയാറായി. ഒരു കൊല്ലമായിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങളോട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും എക്സാമിന്. സെക്കൻഡ് സ്ലൈഡ് ഇതാണോ? ഇതാല്ലേ? Okay then. 3 mark questions. Obtain the expression for centripetal acceleration of a body in uniform circular motion. റിവിഷനിൽ പറഞ്ഞിട്ടില്ലായിരുന്നില്ലേ നിഹാലെ? ഞാനത് പക്ഷെ ഇക്വേഷൻ പഠിച്ചു വയ്ക്കാനായിട്ട് ഹൈലൈറ്റിൽ പറഞ്ഞായിരുന്നു. മോളിക്കിൾസിന്റെ RMS വെലോസിറ്റി പഠിച്ചു വയ്ക്കും. നീ പോയില്ലേ അതിന് മുന്നേ? അപ്പൊ കുഴപ്പമില്ല. Then 20th question എന്താ? Show that total mechanical energy of free falling body is constant. നിങ്ങൾക്കറിയാം, നമ്മൾ ചെയ്തിട്ടുള്ള ഡെറിവേഷൻ തന്നെയാണ്. ക്രിസ്മസ് എക്സാമിന് ചോദിച്ചായിരുന്നു. Then ഇനി ഫൈനൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. Then 21st question എന്താണ്? The value of acceleration due to gravity decreases with depth. നമുക്കറിയാം. Then derive an expression for acceleration due to gravity at a depth d below the surface of Earth. Then what is the weight of a body at the center of Earth? ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. വീണ്ടും ചെയ്യാത്തവരുണ്ടാവും. ഇപ്പോഴും സ്റ്റിൽ പുസ്തകം തുറന്നു നോക്കാതെ അവസാന നിമിഷത്തിൽ പുസ്തകം തുറന്നു നോക്കുന്നവരുണ്ടാവും. അവർക്ക് ഈ ക്വസ്റ്റ്യൻ അതായിട്ട് കാണുന്നുണ്ടാവുക. അല്ലാത്തവർ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും. എങ്കിലും ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്യാം. അനിത എഴുന്നില്ലേ? ഷാഹിദ ക്യാമറ ഓൺ ചെയ്ത് വെച്ച്. ഏഞ്ചൽ മരിയ, ഫാത്തിമ നസ്രിൻ, നിങ്ങളൊക്കെ അവസാനം ഈ എഴുതല്ലാതെ എനിക്ക് കാണിച്ചിട്ട് പോയാൽ മതി. അത് വേറെ കാര്യം. ആനന്ദ്, സിനാൻ, ആദ്യം ഓക്കെ, ആദ്യം ഓൾറെഡി ഇൻഫോം ആണ്. ഓക്കേടാ, ഒരു സമയത്ത്
എഴുതി കഴിഞ്ഞാൽ പറയാം കേട്ടോ. ചേരത്തെ എഴുതി കഴിഞ്ഞാ? ഇത്രയും നേരായിട്ട് ഇത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നല്ല. ഞാൻ ഇതിനെ പറ്റി ഓൾറെഡി പറഞ്ഞായിരുന്നു ചിന്മയി എന്താണെന്നുള്ളത്. പല വർഷങ്ങളായിട്ട് റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു സെറ്റ് ഓഫ് കളക്ഷൻസ് ആണിത്. ഇങ്ങനെ എൻ്റെ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഈ 3 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്ത് തീർക്കണം. ഓക്കെ, അശ്വിത് എഴുതി കഴിഞ്ഞു. ബാക്കിയുള്ളവരോ? ദീപു എഴുതി കഴിഞ്ഞോ? ഇത് എവിടെ കിട്ടും? ഇത് ഇവിടെയും കിട്ടില്ല. ഇത് എൻ്റെ മാത്രമേ ഉള്ളൂ. ഞാൻ കഷ്ടപ്പെട്ടത് എനിക്കെല്ലാം അറിയുള്ളൂ. ഞാനിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും തപ്പിയെടുത്ത് അതിൽ ക്വസ്റ്റ്യൻ അണ്ടർലൈൻ ചെയ്ത് അത് ടൈപ്പ് ചെയ്തിട്ട് വേറെ എവിടെയും കിട്ടില്ല. 2015-14 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അതും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻസ്, ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ്, മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ്, ഫൈനൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ്, ഇംപ്രൂവ്മെന്റ്, സേ എക്സാം എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് അടിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പർട്ടിക്കുലർലി ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നീ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോടാ. ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾ മോഡൽ എക്സാമിന് അറ്റൻഡ് ചെയ്തതും ക്രിസ്മസ് എക്സാമിന് അറ്റൻഡ് ചെയ്തതായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിലുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടി, റിപ്പീറ്റ് അടിച്ച് തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നേ അല്ലെ? ഈ ക്വസ്റ്റ്യൻ ഒക്കെ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതല്ലേ? ഇത് കഴിഞ്ഞ കൊല്ലം ചോദിച്ചിട്ടുണ്ട്, അതിന് മുന്നത്തെ കൊല്ലം ചോദിച്ചിട്ടുണ്ട്, അതിന് മുന്നത്തെ കൊല്ലം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ അത് ഓൾറെഡി ഫിക്സഡ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ളത് ഫിക്സഡ് ആണ്. പക്ഷെ ഇപ്പോഴും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2014 മുതൽ 2025 വരെ ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരു കൊല്ലം 2014 മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര എക്സാമുകൾ നടക്കുന്നുണ്ട്? നിങ്ങൾക്ക് +1 കാർക്ക് ഓണം എക്സാം ഉണ്ടാവില്ല, ക്രിസ്മസ് എക്സാം ഉണ്ടാകും, മോഡൽ എക്സാം ഉണ്ടാകും, ദെൻ സേ എക്സാം ഉണ്ടാവും, ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും, ഫൈനൽ എക്സാം ഉണ്ടാവും. അങ്ങനെ 5 എക്സാമുകൾ ഉണ്ട്. ഓരോ എക്സാമിലും എത്ര ക്വസ്റ്റ്യൻസ് എഴുതാണ്ടാവും? 30 ക്വസ്റ്റ്യൻ കൂട്ടാം. അപ്പൊ തന്നെ എത്ര ക്വസ്റ്റ്യൻസ് ആയി? 150 എണ്ണായി. ഒരു ഇയറിൽ 150 എണ്ണം. ദെൻ എത്ര ഇയർ ഉണ്ട്? 2014 മുതൽ 15, 16, 17, 18, 19, 20, 21 ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോ 2000-നടുത്ത് ക്വസ്റ്റ്യൻസ് ആയി. 2000-നടുത്ത് ക്വസ്റ്റ്യൻസ് ആയി. ഈ 2000 ക്വസ്റ്റ്യൻസിലും ഒരു 60% സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റ് അടിച്ച് വന്നിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, യെസ്. ഇപ്പൊ 2000 ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ ഫിൽട്ടർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ ഒരു 400-500 ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഈ 500 ക്വസ്റ്റ്യൻ പഠിച്ച +1 നമുക്ക് 60-60 500 ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. 500 ഉണ്ടാവില്ല. കൂടി വന്ന ഒരു എത്ര ഉണ്ടാവും? 200 എണ്ണം. ഈ 200 എണ്ണം തന്നെ പല തവണ റിപ്പീറ്റ് അടിച്ച് ചോദിക്കുക. ആ 200 എണ്ണം പഠിച്ചാൽ മതി. നമുക്ക് പിന്നെ വേറെ ഒന്നും നോക്കണ്ട. +1 തിരിഞ്ഞു നോക്കണ്ട. +1 +2 നോക്കണ്ട. ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞു. സെറ്റ്.
ദെൻ നമുക്ക് ഓരോന്നിന്റെ ആൻസേഴ്സ് നോക്കാം. കറക്റ്റ് ആണോ എഴുതിയിരിക്കുന്നതെന്നുള്ളത് നോക്കിക്കോ, ചെക്ക് ചെയ്തോളൂ. ഈ നോട്ട്സ് ഒക്കെ കിട്ടില്ല, അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോളാം. സ്ക്രീൻഷോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ഓരോ സ്ലൈഡ് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് കാണിച്ചു തരും. ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സ്ലൈഡും വേണമെന്നുണ്ടെങ്കിൽ ഒരു വട്ടം കൂടി കാണിച്ചു തരാം, നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോ. 19th one answer. ആ റെക്കോർഡ് ക്ലാസ് കണ്ടാലും മതി, പോരാടാ റെക്കോർഡ് ലിങ്ക് വാങ്ങി കണ്ടാ പോരെ, ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്തേക്കണേ. ദെൻ ചെക്ക് ചെയ്തു, കറക്റ്റ് ആണെന്ന് മനസ്സിലായി. Then derivation. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് mgh ആണ്, നമ്മൾ അതാണ് പ്രൂവ് ചെയ്യുന്നത്. എയിലെ പോയിന്റ് എയിലെ ഇപ്പൊ ഞാനിവിടെ എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്, ഇവിടെ എച്ച് മൈനസ് എക്സ്. ഞാൻ ക്ലാസ് എടുത്തായിരുന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഇവിടെ എച്ച് മൈനസ് എക്സ് ഇട്ടിട്ട് ഇവിടെ എക്സ് ഇട്ടിട്ടുണ്ടാവും. നോ പ്രോബ്ലം, ഒരു വിഷയമല്ല, ആൻസേഴ്സ് കറക്റ്റാണ്. എന്ത് വേണം നമുക്ക് ഇടാം, നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഇങ്ങനെ മാറ്റി മാറ്റി ഇടാം. അത് കൺസെപ്റ്റ് ആണ്. ഓക്കെ, കൺസെപ്റ്റ് ആണ്, നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് മാറ്റി മാറ്റി ഇടാം. തിരുവനന്തപുരത്തേക്ക് പോയി ഒന്നും കിട്ടിയില്ല. നീ എന്ത് പ്രതീക്ഷ തന്നെയാണ് പോയപ്പോ? സാറെ തുള്ളി കളിക്കുന്ന പ്ലസ് വൺ എക്സാമിന് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. യെസ്, ദെൻ ഓ 5 lakh ആയിരുന്നു ഫസ്റ്റ് പ്രൈസ്. ആ ആരതി, അത് മറ്റൊരു ഇക്വേഷൻ. ഓക്കെ, അത് മറ്റൊരു ഇക്വേഷൻ, അതും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, ഞാൻ റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു 2 ഇക്വേഷൻസ് ഉണ്ടെന്ന്, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ 2 ഇക്വേഷൻ വരും എന്നുള്ള കാര്യം. അത് മറ്റൊരു ഇക്വേഷൻ. ഡെറിവേഷൻ മാറില്ല, ഡെറിവേഷൻ സെയിമാ, ഡെറിവേഷൻ മാറ്റം ഉണ്ടാവില്ല. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്ന ഡെറിവേഷൻ അതാണ്. അങ്ങനെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകാണ്ടിരിക്കുക മാക്സിമം. ദെൻ കംപ്ലീറ്റ്, ആ ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്തു. ദെൻ അടുത്തെന്താ, ഡെപ്തിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ചിത്രം വരയ്ക്കണം, ചിത്രം വരയ്ക്കാൻ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല, ചിത്രം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ചിത്രം ഇമ്പോർട്ടന്റ് ആണ്. ദെൻ എല്ലാ സ്റ്റെപ്പും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ നോട്ടിലുണ്ട്, ആൻസേഴ്സ് ഒക്കെ നിങ്ങളുടെ നോട്ടിലുണ്ടോ? മെറ്റീരിയൽ ഉണ്ടാവും, ഇതിന്റെ ആൻസർ ഓൾറെഡി നിങ്ങളുടെ നോട്ടിൽ മെറ്റീരിയൽ ഒക്കെ ഉണ്ട്. മെറ്റീരിയൽ തുറന്നു നോക്കിയാൽ മതി. Step 1, step 2, step 3, step 4. Then okay, നിങ്ങൾ ഇതുവരെ മാർക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ എത്രയായി, കിട്ടി? ആരാ തിന്ന? ഇവിടെ നമ്മൾ വിക്ക് പകരം ആർ ഒമേഗ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആക്സിലറേഷൻ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ കിട്ടുന്നത്. ഓക്കെ, ദെൻ
അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ പാസ്കൽ ഡെറിവേഷൻ ആണ് കേട്ടോ. പാസ്കൽസ് ലോന്റെ ഡെറിവേഷൻ. ദെൻ 23rd ക്വസ്റ്റ്യൻ എന്താ? സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അത് സ്റ്റേറ്റ് ചെയ്യാ, ദെൻ F=ma എന്നുള്ള ആ ഒരു പ്രൂഫ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ എഴുതാം. എഴുതിക്കോളൂ. ലോകളെ ചോദിക്കുമ്പോൾ ചിത്രം ഒന്നും വരയ്ക്കണ്ട. സ്റ്റേറ്റ് പാസ്കൽസ് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്കൽസ് ലോ, അതായത് മാർക്ക് അനുസരിച്ച്, ഇപ്പൊ മാർക്ക് കൂടുന്നതിനനുസരിച്ച് ഇപ്പൊ 3 മാർക്കിന്റെ ആണ്, 3 മാർക്കിന്റെ ചോദ്യമാണ്, 1 മാർക്കിന്റെ ചോദ്യം, അതായത് സെയിം ചോദ്യം 1 മാർക്കിന് ചോദിക്കാം. ഓക്കെ, ഡെറിവേഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഡെറിവേഷനിൽ ചിത്രം ഉണ്ടെങ്കിൽ ആ ചിത്രം വരച്ചിട്ടുണ്ടാവും. ഇമ്പോർട്ടന്റ് ആണ്, ചിത്രം വരച്ചിട്ടുണ്ടാവും. കാരണം ചിത്രം വരയ്ക്കാതെ ഒരിക്കലും ആ ഡെറിവേഷൻ ഒരു തുടക്കമില്ല, സ്റ്റാർട്ടിങ് ഇല്ല. വെറുതെ നമ്മൾ വായിന്നെടുത്ത് എഴുതുന്ന പോലെ. ഡെറിവേഷൻ ആണോ അതിന് ചിത്രം വരച്ചിട്ടുണ്ടാവും. ഡെറിവേഷനിൽ ചിത്രം ഉണ്ടെങ്കിൽ ചിത്രം വരച്ചിട്ടുണ്ടാവും. ചില ഡെറിവേഷൻസ് ലോകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ട്. ഇപ്പൊ ഈ ഒരു ചോദ്യം കണ്ടോ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഇവിടെ നമ്മൾ ചിത്രം ഇല്ല, ഈ ലോയിൽ നിന്നാണ് ആ ഡെറിവേഷൻ നമ്മൾ ചെയ്യുന്നത്. ഡെറിവേഷൻസ് തന്നെ പല ടൈപ്പ് ഉണ്ട്. ഓക്കെ, എഴുതി കഴിയാനുള്ള സമയമായി. ടൈം മതി, ടൈം ധാരാളം. സംഗീത കഴിഞ്ഞില്ല എഴുതി. ആൻസേഴ്സ് നോക്കാം. 22nd ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ദ പാസ്കൽസ് ലോ. അത് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുവാൻ. Whenever external pressure is applied on any part of a fluid contained in a vessel,
ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് അൺഡിമിനിഷ്ഡ് ആൻഡ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ. ഓക്കെ, ഇതാണ് പാസ്കൽസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ദെൻ പാസ്കൽസ് ലോന്റെ ഡെറിവേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ആരും വ്യക്തമായിട്ട് എഴുതണമെന്നില്ല. ആരൊക്കെ വ്യക്തമായിട്ട് എഴുതി? ഭാനുമതി എഴുതി, പിന്നെ വൈകി എഴുതി, പിന്നെ ചന്ദന എഴുതി, ആയിഷ എഴുതി. ഓക്കെ ഓക്കെ, ആ റഷീദ് എഴുതി. കുറച്ച് വാക്കുകൾ മാറിപ്പോയി. വാക്കുകൾ മാറിപ്പോയി, കുഴപ്പമില്ല, അർത്ഥം കറക്റ്റ് ആയി മതി. ദെൻ അതിന്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്റർ, അത് 9th ചാപ്റ്ററിൽ നമ്മൾ പ്രഷറിനെ എവിടെയൊക്കെ പ്രഷർ കണ്ടോ അവിടെയൊക്കെ ഫോഴ്സ്, അവിടെയൊക്കെ നമ്മൾ എന്താ അപ്ലൈ ചെയ്യണം? ഫോഴ്സ് ബൈ ഏരിയ. പ്രഷറിന്റെ ആ ഒരു ഇക്വേഷൻ തന്നെ എഴുതണം. ഓക്കെ, ദെൻ F2 ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. F2 is equal to F1 into F1 divided by A1 into A2. ഓക്കെ, ശരി. എന്തൊരു അപസ്വരം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ സാറിന്റെ? ഓക്കെ, ചെക്ക് ചെയ്തു. കറക്റ്റ് ആണ് വിശ്വസിക്കുന്നു. ദെൻ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്ന് പറയുമ്പോൾ എന്താണ്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ഫോഴ്സ് ആക്ട്. ഡെറിവേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം F is equal to F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്. അവിടെ നിന്ന് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ദെൻ P എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റം ആണ്. P is equal to Pക്ക് പകരം നമ്മൾ mv ഇട്ട് കൊടുക്കുന്നു. ദെൻ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. മാസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ മാസിനെ പുറത്തെടുത്ത് എഴുതുന്നു, അല്ലെ? മാസിനെ പുറത്തെടുത്ത് എഴുതുന്നു. ദെൻ ബാക്കി വേരി ചെയ്യുന്നത് ആരാ? നമ്മുടെ വെലോസിറ്റി ആണ്. ഡെറിവേറ്റീവ് ഓഫ് v എന്ന് പറയുന്നത് നമുക്കറിയാം a ആണ്, ആക്സലറേഷൻ ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ F is equal to ma എന്ന് പറയുന്ന ഇക്വേഷനിലോട്ട് എത്തി. ma എന്ന് പറയുന്ന ഇക്വേഷനിലോട്ട് എത്തി. സിമ്പിൾ ഡെറിവേഷൻ ആണ്, വളരെ സിമ്പിൾ ഡെറിവേഷൻ ആണ്. ഇതൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ 9ാം ക്ലാസ്സിലെ പഠിക്കുന്ന 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈ ഡെറിവേഷൻ പഠിക്കാൻ പിന്നെയാണ് നിങ്ങൾക്ക്, അല്ലെ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സും കൂടെ അവരെ പഠിപ്പിച്ച് നിർത്തിയുള്ളൂ. ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ദെൻ അടുത്ത 3 ചോദ്യം എഴുതിക്കോളൂ. Derive the expression for escape velocity from the surface of Earth. ഇതിന് ഞാൻ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതിൽ എന്നിട്ട് ഈ പകുതി കാര്യങ്ങൾ മനസ്സിലാകാനുള്ളത് ഇതാണ് മനസ്സിലാകത്തെ. അത് ക്വസ്റ്റ്യൻ പേപ്പറാടാ. നീ മലയാളം വായിക്കാൻ അറിയാത്തോണ്ട് ആക്കില്ല. Then derive the expression for capillary height. ഹൈറ്റിന്റെ capillary rise എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താണെന്നുള്ളത്. അവിടെ ഹൈറ്റിന്റെ ആ ഒരു ഡെറിവേഷൻ. Then derive the expression for kinetic energy of rotating body. നമ്മുടെ 6th ചാപ്റ്ററിൽ
എല്ലാവർക്കും അമ്മമാരിങ്ങനെ ചോറ് വാരി കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ. ഇതിപ്പോ സംഗീതത്തിന് ഇതേ വാരി കൊടുക്കരുത്. ഞാൻ എന്റെ കുട്ടിക്കാലം എനിക്കിപ്പോ ഇത് വാരി തരാറുണ്ട് ആരില്ല. അമ്മ വാരി തരാറില്ല. ഇതുവരെ ഇഷ്ടപ്പെടാത്തൊക്കെ ചോറാണെങ്കിൽ പോലും അമ്മമാര് വാരി തരുമ്പോൾ വേറെ ടേസ്റ്റ് ആയിട്ട് മാറും. എങ്ങനെയാന്ന് തമ്പുരാനറിയാം. അതുവരെ ടേസ്റ്റ് ഉള്ള സാധനമായിരിക്കും. സ്വന്തമായിട്ട് വാരി തിന്നുമ്പോ ആ ചോറ് ഇത് പറയുന്ന അമ്മ വാരി തരുമ്പോ ആ ചോറ് എന്നായിരിക്കും ആ ഒരു എക്സ്പ്രഷൻ. ദീപു നീ അവിടെ എന്നിട്ട് പോയാ എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങി പോകലടാ. കാപ്പിലറി റൈസ് എന്ന് പറയുന്നത് എന്താ? വെള്ളം മുകളിലോട്ട് ഗ്രാവിറ്റിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് വെള്ളം മുകളിലോട്ട് ഉയരുന്നു. എത്ര ഉയരുന്നു ആ ഹൈറ്റ് ആണ്. കാപ്പിലറി ഹൈറ്റ് തന്നെയാണ്. കാപ്പിലറി റൈസ് എന്ന് പറയുന്നത് ഫിനോമിനൻ ആണ്. കാപ്പിലറി ഹൈറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ഉയർന്നു, ഹൈറ്റ് രണ്ടും ഡിഫറെന്റ് ആണ്. എന്ത് ചോദിച്ചാൽ അത് തന്നെയാണ് ഐശ്വര്യ ഞാൻ പറഞ്ഞത്. എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞ പറയാട്ടോ. എഴുതി കഴിഞ്ഞ കമന്റ് ചെയ്യാ. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കണ്ട എക്സ്ട്രാ.
ഇതൊക്കെ തന്നെയായിരിക്കും വീണ്ടും വീണ്ടും എക്സാമിന് ചോദിക്കുന്നത്. കഴിഞ്ഞു. എല്ലാവരും എഴുതി കഴിഞ്ഞോ? എനിക്ക് സെൽകുമാർ എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞോ? പേപ്പർ കാണിച്ചു തന്നിട്ടോ, മറക്കരുത്. ദെൻ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? എസ്കേപ്പ് വെലോസിറ്റി. ഓക്കെ, escape velocity അല്ലേ ചോദിച്ചിരിക്കുന്നത്? escape velocity. Yes, set. Then എല്ലാ സ്റ്റെപ്പും വേണമെന്നും നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇവിടെ ഓവറായിട്ട് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഷോർട്ട് ചെയ്തിട്ട് ഉത്തരം കണ്ടുപിടിക്കാം, വിഷയമല്ല. ഓക്കെ, ദെൻ ഓരോ ആൻസേഴ്സ് കാണുമ്പോഴും സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാട്ടോ, മറക്കരുത്. അല്ലെന്നുണ്ട് നിങ്ങൾ ലിങ്ക് വാങ്ങി കണ്ടിട്ട് ആൻസർ ചെക്ക് ചെയ്താൽ മതി, ക്വസ്റ്റ്യൻസും ആൻസേഴ്സും. ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞു പോകുന്നത് പെട്ടെന്ന് കഴിഞ്ഞു പോകണമെങ്കിൽ കുഴപ്പമില്ല, അതുകൊണ്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞു. ഓക്കെ, ദെൻ 25th ക്വസ്റ്റ്യന്റെ ആൻസർ, കാപ്പിലറി ഹൈറ്റിന്റെ ഇക്വേഷൻ പറഞ്ഞു. ഒരു ഡെറിവേഷൻ ചെയ്യുമ്പോൾ അതിലെ എക്സ്പ്ലനേഷൻ വേണം എന്നുള്ളത്, ചിത്രം ഉണ്ടാവണം, അതിന്റെ എക്സ്പ്ലനേഷനും ഉണ്ടാവണം. ഈ ഒരു ചിത്രം പ്ലസ് ഈ ചിത്രം എന്താണെന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ പ്ലസ് ഡെറിവേഷൻ. ഓക്കെ, എങ്കിലേ അത് കംപ്ലീറ്റ് ഡെറിവേഷൻ ആവുള്ളൂ. അല്ലാതെ വെറുതെ കുറച്ച് സ്റ്റെപ്സ് അത്ര പറയുള്ളൂ. ദെൻ ബാലൻസ് ഹൈറ്റ് നമുക്ക് ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, ദെൻ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി സിമ്പിൾ അല്ലേ? 4 സ്റ്റെപ്പ് ഉള്ളൂ. ഈസി ഡെറിവേഷൻ. 6 ചാപ്റ്റർ ക്വസ്റ്റ്യൻ. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് I ഒമേഗ സ്ക്വയർ. വെലോസിറ്റിക്ക് പകരം നമ്മൾ ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റി നമ്മൾ റിലേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. വിക്ക് പകരം ദെൻ സ്ക്വയർ എടുക്കുന്നു. MR സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. ഇട്ട് കൊടുക്കുന്നു, നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. ഈസി ഡെറിവേഷൻ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം കണ്ടോ, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. മോഡൽ എക്സാമിന് കണ്ടായിരുന്നു അല്ലേ? 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. സിമ്പിൾ ആണ്. സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ എളുപ്പം, ഇങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ജസ്റ്റ് എത്ര മാർക്ക്? എത്ര സെക്കൻഡ് ഉണ്ടാ? 2 സെക്കൻഡ് കൂടി വന്ന 2 സെക്കൻഡ് കൊണ്ട് 2 മാർക്ക്, 2 സെക്കൻഡിക്ക് 2 മാർക്ക് കിട്ടിയത്. ഇവിടെ 3 മാർക്കിനെ ചോദിച്ചിരിക്കുന്നത്, ഇവിടെ 1 മാർക്കിനാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. പക്ഷെ പല മാർക്കിനും ചോദിക്കാം, 1 മാർക്കിനോ 2 മാർക്കിനോ 3 മാർക്കിനോ ഏത് വേണമെങ്കിലും ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ,
27th ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സിഗ്നിഫിക്കന്റ് ഫിഗർ കണ്ടുപിടിക്കാനാണ്. ദെൻ പിന്നെന്താ, ഈ ഇക്വേഷൻ ഡൈമെൻഷനലി കറക്റ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാം. ഡൈമെൻഷനലി കറക്റ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാം. ദെൻ 28th ക്വസ്റ്റ്യൻ എന്താ, a particle is moving along x-axis with uniform positive acceleration. Obtain the expression for displacement by drawing VT graph. Okay. Then ചോദ്യം എന്താണ്, അടുത്ത ചോദ്യം എന്താണ്, a ball is thrown vertically upwards with a velocity of 20 meter per second from the top of a tower, height 25 meter from the ground. How long does it remain in the air? എത്ര നേരം അത് എയറിൽ നിൽക്കും? സമയം കണ്ടുപിടിച്ചാൽ മതി, ടൈം കണ്ടുപിടിച്ചാൽ മതി. മുകളിൽ നിന്ന് താഴെയുള്ള ടൈം കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, താഴെ മുട്ടുന്നതിന് മുന്നേ വരെ ടൈം കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നേരം അത് എയറിൽ നിന്നു, ഇത്രേ ഉള്ളൂ. ബി ടി ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താ വേണ്ടേ? ഏരിയ കണ്ടുപിടിച്ചാ പോരെ? ഏരിയ കണ്ടുപിടിച്ചാ ഡിസ്പ്ലേസ്മെന്റ് ആയില്ലേ അല്ലേ? വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാ ഡിസ്പ്ലേസ്മെന്റ് ആയി. G10. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. നമ്മൾ ആകെ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കുറച്ച് ഡെറിവേഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ല. ഗ്രാഫ് വരച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാൻ, ഒരു റിലേഷൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് അല്ലേ? തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫിന് താഴെയുള്ള ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എന്ത് തരും? ഡിസ്പ്ലേസ്മെന്റ് തരും. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ആയി. അതായത് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞ S is equal to ut plus half at square എന്ന് പറയുന്ന ഈ ഒരു കൈനമാറ്റിക് ഇക്വേഷന് രണ്ടാമത്തവനെ കണ്ടുപിടിക്കണം. ഇത്രേ ഉള്ളൂ. അതും വെലോസിറ്റി ടൈം ഗ്രാഫ് ഉപയോഗിച്ച്.
റോട്രിക്സ് ഒന്നും എഴുതുന്നില്ലേ? ഷൈദ ഇളി മാത്രമേ ഉള്ളൂ. ആൽപ്പിന് എഴുതി കഴിഞ്ഞോ? ക്ലാസിന്റെ എൻഡ് ആകുമ്പോഴാണ് എത്ര പേർക്ക് നല്ല മടി എന്നുള്ള കാര്യം പിടിയിടും. എത്രയൊക്കെ പറഞ്ഞാലും കേറില്ല എന്നുള്ള ഒരു കുറച്ച് പേരുണ്ടാവുമല്ലോ, അങ്ങനെ കുറച്ച് പേരെ പിടിക്കാൻ പറ്റും. കാരണം ഒരു ക്ലാസ്സിൽ ഉണ്ടാവില്ല, അതിന്റെ റീസൺ ഓക്കെ. എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞാൽ പറയാട്ടോ. കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. യെസ്, ആൻസേഴ്സ് നോക്കാം. ആദ്യ കറഞ്ഞു, വട്ടം കറഞ്ഞു, കുഴപ്പമില്ല, പോവാതെ വട്ടം. ദെൻ ആൻസേഴ്സ് നോക്കുന്നതിന് പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ ക്വസ്റ്റ്യനും കൂടെ എഴുതുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ആൻസേഴ്സ് നോക്കാം. A stone tied to the end of a string 80 centimeter long is whirled in a horizontal circle with a constant speed. If the stone makes 14 revolutions in 25 seconds, what is the magnitude and direction of centripetal acceleration of the
സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ആകെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ആ സ്ട്രിങ്ങിന്റെ നീളം തന്നിട്ടുണ്ട്. ദെൻ ആ സ്ട്രിങ് 25 സെക്കൻഡിൽ 14 റെവല്യൂഷൻ കറങ്ങുന്നുണ്ട് എന്നാ പറയുന്നത്. ഓക്കെ, ദെൻ എങ്കിൽ അതിന്റെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. ഉത്തരത്തിലോട്ട് അതിന്റെ കണക്ഷൻസ് ഒക്കെ നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്. ദെൻ ഇക്വേഷൻ എടുക്കാം, ഈസി ആയിട്ട് ചെയ്യും. Then 30th question എന്താ? A solid sphere of radius r and density rho is falling through a viscous medium of density sigma and coefficient of velocity eta. What are the different forces acting on the body? ഫോഴ്സുകൾ എഴുതിയാൽ മതി. നമുക്കറിയാം, ഒരു ബോഡി ഒരു വിസ്കസ് ഫോഴ്സിലൂടെ ഇങ്ങനെ വീഴുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യും അത്. Then derive the expression for terminal velocity. ഞാൻ ആദ്യമായിട്ട് ഈ ഷാഹിദിന്റെ ക്ലാസ്സിന്റെ അവസാനം വരെ കാണും. അത്ഭുതം തന്നെ.
ഓക്കെ, ഇത് കഴിഞ്ഞ് പറയാ, നമുക്ക് ആൻസേഴ്സിലോട്ട് പോവാം. യെസ്, ഓക്കെ. ആൻസർ നോക്കാം. 27th ക്വസ്റ്റ്യന്റെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിരുന്നു അല്ലെ. ഫസ്റ്റത്തേല് 4 പിന്നെ ഉള്ളതില് 2. ഓക്കെ, ദെൻ ഹാഫ് എം വി സ്ക്വയർ ഈസ് ഇക്വൽ ടു എം ജി എച്ച്. ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ? ആണോ? ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ് അല്ലെ. ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. ഓക്കെ, ദെൻ ഇതൊക്കെ നമ്മുടെ മെറ്റീരിയലിൽ ഉണ്ട്. ക്വസ്റ്റ്യൻ വേറെ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല, മെറ്റീരിയൽ ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ദെൻ 28th ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിൽ നിന്ന്, സോറി, വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. എന്താണ്? ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയയും ഈ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയയും കണ്ടുപിടിച്ച് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. നമുക്ക് എന്ത് കിട്ടും? എസ് ഈസ് ഇക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, എസ് ഈസ് ഇക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് കിട്ടും. ശരി, ഓക്കെ. ദെൻ എന്താണ്? ആ ഒരു സമയം കണ്ടുപിടിക്കാൻ. സമയം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? ഫൈനലി 5 സെക്കൻഡ് കിട്ടും. ശരി, സമാധാനായില്ലേ? 5 സെക്കൻഡ് കിട്ടും. ഓക്കെ, ദെൻ അതായത് ആ കണ്ടുപിടിച്ച ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെയാണ് ആ പ്രോബ്ലം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദ്യം വരാണെന്നുണ്ടെങ്കിൽ ഡെറിവേഷനിൽ നിന്ന് കിട്ടുന്ന അവസാന ഇക്വേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും ഓഫ് കോഴ്സ് താഴെ വരുന്ന ന്യൂമറിക്കൽ ചോദിക്കുക. അതാണ് ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 5 സെക്കൻഡ് ആണ് കിട്ടുക. ദെൻ 29th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 9.9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. നമുക്കറിയാം സെൻട്രിപെറ്റൽ ആക്സിലറേഷന്റെ ഇക്വേഷൻ പറയുന്നത് വി സ്ക്വയർ ബൈ ആർ ആണെന്നുള്ളത്. ഇവിടെ നമുക്ക് വി കണ്ടുപിടിക്കണം. വി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് എന്താ? ആ ഒമേഗ എന്നുണ്ടല്ലേ, ഫ്രീക്വൻസി എന്നുണ്ട്. അപ്പൊ ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. ആ ഫ്രീക്വൻസിയിൽ നിന്ന് ഒമേഗ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഒമേഗ കണ്ടുപിടിച്ചു. ദെൻ വി ഇസിക്കൽ ടു ആർ ഒമേഗ. ആർ അറിയില്ല, ആർ ക്വസ്റ്റ്യൻ എന്നിട്ടുണ്ട് അല്ലെ. ദെൻ അത് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടി? വി കിട്ടി. വി ഇസിക്കൽ ടു 2.816 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ദെൻ ഈ ഇക്വേഷനിൽ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് 9.9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. 9.9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. അതിന്റെ ആൻസർ. അതിന്റെ 29th ക്വസ്റ്റ്യൻ. ദെൻ 30th ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടെർമിനൽ വെലോസിറ്റി അല്ലെ. ടെർമിനൽ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ്. ആ ഒരു വസ്തു താഴോട്ട് വരുമ്പോൾ അതിന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വന്ന് വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് ഉണ്ട്, ദെൻ അതിന്റെ വെയിറ്റ് ഉണ്ട്, ദെൻ ബോയിങ് ഫോഴ്സ് ഉണ്ട്. ഓക്കെ, 3 ഫോഴ്സുകൾ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ 3 ഫോഴ്സ് എഴുതി. ദെൻ ആ ഒരു ഡെറിവേഷൻ, ആ ഒരു ഡെറിവേഷൻ ഞാൻ ഷോർട്ടാക്കി കൊടുത്തിരിക്കുന്നു. ഇത്രേ ഉള്ളൂ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്നാണോ നെക്സ്റ്റ് ക്ലാസ് വരുന്നത് അത് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. 30 ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളൂ. 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇനിയുണ്ട്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കടന്നിട്ട് പോലും ഇല്ല. ഓക്കെ, 5 മാർക്ക് സെഷനിലോട്ട് കടന്നിട്ടില്ല. ഇനിയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, കണ്ടത് ഒരുപാട് എടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഒരു സെഷൻ തീരാ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ അതൊക്കെ എടുക്കുന്നുണ്ട്, വേറെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെഷൻ തീരുന്നത് ഇവിടെയാണ്. അത് കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 3 ക്വസ്റ്റ്യൻ പേപ്പർ എന്റെ കയ്യിലുണ്ട്.
പിന്നെ ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ PDF അയച്ചു തരാം. ഓക്കെ, പിന്നീട് PDF അയച്ചു തരാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് തീർക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, മാക്സിമം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാം. ഇതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എക്സാമിന് വരത്തുള്ളൂ. നിങ്ങൾക്ക് ഇതുവരെ അതിന്റെ പാറ്റേൺ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി പഠിച്ചോ, ഇതാണ് പാറ്റേൺ. ഇപ്പൊ നമ്മൾ പഠിച്ച ഈ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ചിലപ്പോൾ റിപ്പീറ്റ് അടിച്ച് അടുത്ത എക്സാമിന് ചോദിക്കാൻ പോകുന്നത്. നോ വറീസ്, പേടിക്കാനൊന്നുമില്ല. ഓക്കെ, അപ്പൊ എല്ലാവരെയും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ടാറ്റ ബേബി.